ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ഫിറ്റ് പ്രഗ്നൻസി എഡിഷനാണ്. 33 വീക്സ് പ്രഗ്നൻറ്റിൽ ഞാൻ ഒരു ഡെയിലി കഴിച്ചേക്കുന്ന ഫുഡ് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആൻഡ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഡയറ്റ് അനുസരിച്ചുള്ള ഫുഡാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളും കാണിച്ചിട്ടുള്ള. ഞാൻ കഴിക്കണം അങ്ങനത്തെ ഫുഡാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കഴിക്കാൻ പറഞ്ഞേക്കുന്ന പയറുവർഗ്ഗങ്ങൾ, അതായത് കടല, പയർ, ഗ്രീൻ പീസ് അങ്ങനത്തെ സംഭവങ്ങളും 2 ദോശയാണെങ്കിൽ 2 ദോശ, ഒരു പുട്ടാണെങ്കിൽ 1 പുട്ട്, അങ്ങനെയാണ് കഴിക്കാൻ പറഞ്ഞേക്കുന്നത്. അതുപോലെ 1 ഗ്ലാസ് പാലുമാണ് കുടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്നോട്. സോ സ്ട്രിക്റ്റ്ലി അത് ഫോളോ ചെയ്ത് ഞാൻ അങ്ങനെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. പയറൊക്കെ കൂടുതൽ കഴിക്കാം കേട്ടോ. പയർ അങ്ങനത്തെ സംഭവങ്ങൾ, പയർ, ഗ്രീൻ പീസ്, കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ കഴിക്കാം. പിന്നെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് മാറ്റേണ്ടി വരും. എനിക്കൊരു 7th മന്ത് വരെയും ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടായി. സോ 7th മന്ത് വരെ ഞാൻ ഈ കടല, പയർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഇപ്പോൾ 1 ഗ്ലാസ് പാലും കൂടെ കുടിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൾട്ടി വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് എടുക്കും. അതായത് രാവിലെ കാൽഷ്യം, രാത്രി അയണും. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ടാണ് കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നത്. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. അതെല്ലാവരും കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. 3rd മന്ത് തൊട്ട് 9th മന്ത് വരെ സ്ട്രിക്റ്റ്ലി എടുക്കേണ്ട ടാബ്ലറ്റാണ്. എല്ലാവരും അത് കഴിക്കണം. ഞാനും അത് കഴിക്കാറുണ്ട്. ഇടയ്ക്ക് ചില ദിവസം മറന്നു പോകും, അത്രേ ഉള്ളൂ. അല്ലാത്ത എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഒരു മുട്ടയും ഒരു 10 o'clock ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ മുട്ടയും കഴിക്കും. പിന്നെ വയറ് നിറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കാനാണ് എപ്പോഴും പറഞ്ഞേക്കുന്നത്. സോ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ, നമുക്ക് അവൈലബിൾ ആയിട്ട് എന്തൊക്കെ ഫ്രൂട്ട്സ് കയ്യിൽ കിട്ടുന്നോ അതെല്ലാം എടുത്ത് കഴിക്കാം. സോ ഓറഞ്ചൊക്കെ ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട്. അതുപോലെ പഴം കഴിക്കാറുണ്ട്. പിന്നെ നമുക്ക് ചാമ്പയ്ക്ക, പേരയ്ക്ക എന്തൊക്കെ കിട്ടണോ അതൊക്കെ ഞാൻ ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കാറുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ലഞ്ചിന് വന്നിട്ട് ഒരു കയ്യിൽ 1.5 കയ്യിൽ ചോറാണ് കഴിക്കുന്നത്. അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. അതിൽ കുറച്ച് വേണമെങ്കിൽ കഴിക്കാം, കൂടുതൽ കഴിക്കാൻ പാടില്ല. അതുപോലെ ലീഫി വെജിറ്റബിൾസ് എന്താണോ ഉള്ളത്, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ലീഫി വെജിറ്റബിൾസ്, ഇപ്പോൾ ഇന്ന് ചീരയുണ്ട്, മിക്കപ്പോഴും ചീര, മുരിങ്ങയില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം എന്തെങ്കിലും ചിക്കനോ ഫിഷോ അങ്ങനത്തെ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഞാൻ ലഞ്ച് എപ്പോഴും കഴിക്കാറ്. ചോറ് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഈ കറികൾ കൂടുതൽ എമൗണ്ട് എടുത്തിട്ട് കഴിക്കാം. പിന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, എപ്പോഴും വെള്ളം കുടിക്കുക, എപ്പോഴും വെള്ളം കുടിക്കുക. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ നമ്മുടെ വെള്ളം വറ്റിപ്പോവാനും അതുപോലെ നമുക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ വരാനും ഒക്കെ ഭയങ്കര ചാൻസ് ഉള്ളതാണ്. സോ വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഓർത്തോർത്ത് വെള്ളം കുടിക്കുക കേട്ടോ. സോ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് കുറച്ച് ചാമങ്ങ ഇട്ടിട്ടുണ്ടായി, അത് കഴിച്ചു. പിന്നെ 1 ഗ്ലാസ് പാല് കുടിച്ചു. ഞാൻ മോർണിംഗും ഈവനിങ്ങും ഓരോ ഗ്ലാസ് പാൽ കുടിക്കാനാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ സ്നാക്സും ഈവനിങ് റമദാൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഈവനിങ് നമ്മുടെ വീട്ടിൽ സ്നാക്സും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയ എല്ലാം ഞാൻ കഴിക്കില്ല. ഇതിൽ ഫ്രൂട്ട്സ് ഞാൻ കൂടുതൽ കഴിക്കും കേട്ടോ. അതുപോലെ ജ്യൂസാണെങ്കിൽ മധുരം ഇടാതെയാണ് ജ്യൂസ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നത്. സോ മധുരം ഇടാത്ത 1 ഗ്ലാസ് ജ്യൂസും കുടിക്കും. പിന്നെ ഞാൻ അതിൽ ഫ്രൂട്ട്സ് മാക്സിമം കൂടുതൽ കഴിക്കും. അപ്പോൾ ഫ്രൂട്ട്സ് ചെല്ലുന്നത് നല്ലതാണല്ലോ. പിന്നെ രാത്രി വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് ഇതാണ്: പയറും അതുപോലെ ചീരയും അതുപോലെ ചിക്കൻ്റെ കുറച്ച് പീസ് പൊരിച്ചതുമായിരുന്നു ഉണ്ടായിരുന്നത്. സോ നൈറ്റിൽ വന്നിട്ട് ഫുഡ് ഇതാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന ആ ഒരു ഫുഡ്, പത്തിരി, ഇറച്ചി എന്താണോ അത് ചിലപ്പം കഴിക്കും. അല്ലെങ്കിൽ ഈ ഒരു ചോറും കറിയായിരിക്കും കേട്ടോ കഴിക്കാം. പിന്നെ നൈറ്റിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ മുമ്പ് അയണിൻ്റെ ടാബ്ലറ്റ്, ഈ റെഡ് കളർ അയണിൻ്റെ ടാബ്ലറ്റ് ഇതും കൂടെ കഴിക്കുക. സോ നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിനെ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. എന്ത് ഡയറ്റാണെങ്കിലും 8th മന്തൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ വെയിറ്റ് വയ്ക്കും, ചിലപ്പോൾ വെയിറ്റ് കൂടും. അതനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യണനുസരിച്ച് കറക്റ്റായിട്ട് ഡയറ്റ് എടുക്കുക, കറക്റ്റായിട്ട് ഫുഡ് എടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് ഏത്തപ്പഴം കഴിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏത്തപ്പഴം പുഴുങ്ങിയും ഏത്തപ്പഴം ഒന്നും കഴിക്കരുത്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്ക് വരാറുള്ളതുകൊണ്ട് മറ്റേ പാളയംകുടം പഴമില്ലേ, അത് നല്ലപോലെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ അത് ഞാൻ മിക്കപ്പോഴും കഴിക്കാറുണ്ട്. പിന്നെ ഷുഗറി ഐറ്റംസ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീം അങ്ങനത്തെ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെന്ന് ഓർക്കണം. ഈ വീഡിയോ കുറേ പ്രഗ്നൻറ്റ് ലേഡീസിന് ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം, നല്ല യൂസ്ഫുൾ കോണ്ടൻറ്റ്സ് ഒക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.